മനോരമയിൽ ബദർ യുദ്ധമായിരുന്നു നടന്നത്. അതിൽ ആരാ ജയിച്ചത് ആരാ തോറ്റത് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ മനോരമ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം സ്വർണ്ണക്കടത്തിന് വേണ്ടി ജലീൽ വിശുദ്ധ ഗ്രന്ഥത്തെ മറയാക്കിയോ, രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ജലീൽ വിശുദ്ധ ഗ്രന്ഥത്തെയും മതത്തെയും ഒക്കെ കൂട്ടുപിടിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണം, അതിൻ്റെ കൂടെ മതം പറയരുത്, വിശ്വാസം പറയരുത്, ഭരണഘടനയാണ് അടിസ്ഥാനം, മതഗ്രന്ഥമല്ല എന്നൊക്കെയായിരുന്നു അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജോണി ലൂക്കോസ് ഇന്നലെ ജലീലിനെ തേടി വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് എനിക്ക് പറയാനുള്ളൂ, ഒരു അല്ലാഹുവിൻ്റെ വചനം തന്നെയാണ് അത്, ഖുർആൻ വചനം തന്നെയാണ്. അതായത് നീ മൂടി വയ്ക്കുന്നത് അല്ലാഹു പുറത്തു കൊണ്ടുവരും. ഖുർആനിലെ മറ്റൊരു വചനമുണ്ട്, ഊഹാപോഹങ്ങളെ നിങ്ങൾ പിന്തുടരരുത്, ഊഹാപോഹങ്ങളിൽ മഹാഭൂരിഭാഗവും കളവാണ്. സത്യം കൊണ്ട് എറിഞ്ഞ് അസത്യത്തിൻ്റെ തല തെറിപ്പിക്കുക എന്നും പറയുന്നുണ്ട്. ജാ അൽ ഹഖ് വലഹിക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്ന് ഖുർആനിൽ മറ്റൊരു വചനമുണ്ട്. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു, തീർച്ചയായും അസത്യം പരാജയപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് സത്യം ഏതെന്നാണ് ഇനിയും കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തും, നോ ഡൗട്ട്. ഓക്കെ, വളരെ നന്ദി. മനസ്സറിഞ്ഞ് ചിരിച്ചു പോയി ഇത് കണ്ടിട്ട്. ഇതോടെ ഇന്റർവ്യൂ അവസാനിപ്പിച്ച് ജോണി ലൂക്കോസ് പോവുകയാണ് ചെയ്തത്. ഭരണഘടന, നീതി, നിയമം, പോലീസ്, കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മനോരമ ജലീലിന് മുന്നിലെത്തിയപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെ ആയിപ്പോയി എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിപ്പോയി. ഭരണഘടനയില്ല, IPC ഇല്ല, കസ്റ്റംസ് ഇല്ല, NIA ഇല്ല. എന്താണ് ഇത് കണ്ടപ്പോ ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. ഖലീഫ ഉമർ ഇസ്ലാം മതം സ്വീകരിച്ച ആ കഥാസന്ദർഭമാണ്. എന്നാൽ ഞാൻ ആ കഥാസന്ദർഭം ഇവിടെ പറയുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ജലീലിനെ പ്രവാചകനോട് ഉപമിച്ചെന്ന് ചില വിശ്വാസികൾക്കെങ്കിലും, റിയൽ ആയിട്ടുള്ള വിശ്വാസികൾക്ക് വിഷമം വരും. അതുകൊണ്ട് ജോണി ലൂക്കോസിന്റെ ഈ അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു കഥ പറയാം. വിക്രമാദിത്യൻ വേതാളത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഒരു കഥ. വേതാളത്തെ പരാജയപ്പെടുത്തി പിടിച്ചു കെട്ടി തന്റെ തോളിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ വേതാളം പറയും, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ വരികയാണ്, പക്ഷെ നിങ്ങൾ ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ തിരികെ എൻ്റെ ആൽമരത്തിലേക്ക് തന്നെ പോകുമെന്ന് വിക്രമാദിത്യനോട് പറയും. അത് വിക്രമാദിത്യൻ സമ്മതിക്കും. എന്നിട്ട് വേതാളത്തിനെ തോളിലിട്ട് നടക്കും. അപ്പൊ വേതാളം ഒരു കഥ പറയും. കഥയുടെ അവസാനം വേതാളം ഒരു ചോദ്യം ചോദിക്കും. എന്നിട്ട് പറയും, ഇതിനുത്തരം വിക്രമാദിത്യൻ പറഞ്ഞില്ലെങ്കിൽ വിക്രമാദിത്യന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറയും. അപ്പൊ ഇത് കേട്ട് പേടിച്ച് വിക്രമാദിത്യൻ ഉത്തരം പറയും. വേതാളം തിരിച്ചു മരത്തിലേക്ക് പോകും. ഇങ്ങനെ 23 തവണ സംഭവിച്ചു. അങ്ങനെ വിക്രമാദിത്യൻ 24ാമത്തെ തവണ വേതാളത്തെ ഇതുപോലെ തോളിൽ ഇട്ടുകൊണ്ട് വരുമ്പോഴും വേതാളം ഒരു കഥ പറഞ്ഞു. കഥയുടെ അവസാനം ഒരു ചോദ്യം ചോദിച്ചു. അതിന്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തല 100,000 കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞിട്ട് വിക്രമാദിത്യനെ പേടിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ തല പോകുന്നെങ്കിൽ പോകട്ടെ, ഉത്തരം പറയുന്നില്ല എന്ന് വിക്രമാദിത്യൻ തീരുമാനിച്ചു. ഉടനെ എന്ത് ചെയ്തു? വേതാളം തോളിൽ നിന്ന് ഇറങ്ങി വിക്രമാദിത്യന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. 1000 വർഷമായി ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു, എന്നെങ്കിലും അങ്ങ് വന്നെത്തുമെന്ന് പ്രതീക്ഷിച്ചു, ഞാൻ ആ മരത്തിൽ തൂങ്ങിക്കിടന്നത് അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം. അങ്ങ് വിക്രമാദിത്യ ചക്രവർത്തിയാണ്, ഇനി ഞാൻ അങ്ങയുടെ ദാസനായിരിക്കുമെന്നാണ് വേതാളം പറഞ്ഞത്. അതുപോലായി അഭിമുഖം കഴിഞ്ഞപ്പോൾ ജോണി ലൂക്കോസിന്റെ അവസ്ഥ. ജലീലിനോട് വിശുദ്ധ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ പറഞ്ഞ് അവസാനം ജോണി ലൂക്കോസ് ജലീലിന് മുന്നിൽ വേതാളത്തെ പോലെ സാഷ്ടാംഗം നമസ്കരിച്ച് ദാസനായി ഓടിത്തള്ളിയ കാഴ്ചയാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടത്. അമ്മൂമ്മയെ ചമ്മന്തി അരയ്ക്കാൻ പഠിപ്പിക്കുക, കൊല്ലക്കുടിയിൽ സൂചി വെക്കുക, കടപ്പുറത്ത് മണലിറക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ജലീലിനോട് വിശുദ്ധ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ പറയുക എന്നൊക്കെ വെച്ചാൽ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. മനോരമയിൽ ഇന്നലെ മൊത്തം വിശുദ്ധ ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ. മനോരമയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ചർച്ചയ്ക്ക് വന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണി ഷാനിയെയും ഷംസീറിനെയും ഒക്കെ പിന്നെ എന്താ പറയാ വിശുദ്ധ ഗ്രന്ഥം ഓതി കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയായിരുന്നു. ഖുർആന്റെ ഒരു ആമുഖമുണ്ട്, അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്തുൽ ബഖറ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമസ്കാരത്തെ നിലനിർത്തുന്നവർ, ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുന്നവർ, ഗൈബായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് ഖുർആൻ. അദൃശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നവർക്ക്,
ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വിശ്വാസ പ്രമാണം CPM നുണ്ടോ? വിശുദ്ധ ഖുർആനെ നിങ്ങൾ അങ്ങനെ മറയാക്കി കൊണ്ടുപോകരുത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണ്. കാരണം ഖുർആനെ മറയാക്കുക, എല്ലായിടത്തും ഖുർആൻ പറയുക, നിങ്ങൾ ഖുർആൻ, സക്കാത്ത്, അനാമത്ത്, ഇന്ന് എന്തൊക്കെ പദങ്ങളാ, പുതിയ പുതിയ പദങ്ങളല്ലേ വരുന്നത്. മഹർ വന്നു, സക്കാത്ത് വന്നു, ഖുർആൻ വന്നു, അനാമത്ത് വന്നു, ഇങ്ങനെ വരികയാണ്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, അതിര് വിട്ടാൽ തുണി ഉരിയും. അബ്ദുറഹ്മാൻ രണ്ടത്താണി അവസാനം പുള്ളി എന്തോ പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടോ? തുടക്കം വിശുദ്ധ ഗ്രന്ഥത്തിലായിരുന്നെങ്കിലും അവസാനിപ്പിച്ചത് ഒരു വലിയ ചന്തപ്രസംഗത്തിലാണ്. തുണി ഉരിയുമെന്നോ കീറുമെന്നോ വെട്ടി കീറുമെന്നോ നഗ്നനാക്കുമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ജലീലിനോട് വിശുദ്ധ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ പറയാൻ പോയി തേഞ്ഞു പോയ ജോണി ലൂക്കോസിനെ ചില ബൈബിൾ വചനങ്ങൾ നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജോണി ലൂക്കോസ് ബൈബിൾ ആണ് ഉദ്ധരിച്ചിരുന്നെങ്കിൽ ജലീലിന് മുന്നിൽ ഇങ്ങനെ രണ്ടത്താണി പറഞ്ഞ പോലെ തുണി ഉരിഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ജോണി ലൂക്കോസിന് വരില്ലായിരുന്നു. ബൈബിളിലുമുണ്ട് ഇതിന് തുല്യമായ വാക്യങ്ങൾ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ നിങ്ങൾ ഭുജിക്കാവൂ. അധികം നിറഞ്ഞിട്ട് ഛർദിപ്പാൻ ഇടവരരുത്. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു ശരിക്കും ജോണി ലൂക്കോസിന്. പക്ഷെ എന്ത് ചെയ്യാം, കഷ്ടകാലത്തിന് വിശുദ്ധ ഗ്രന്ഥം തൊട്ടു. എന്നാൽ ജലീൽ അറബി ഒന്നും പറഞ്ഞ് ഷൈൻ ചെയ്യില്ലായിരുന്നു ബൈബിൾ ആയിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? മനോരമയുടെ ഒരു അവസ്ഥ നോക്കൂ. ജലീൽ മതം പറയുന്നു, വിശുദ്ധ ഗ്രന്ഥത്തെ മറയാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ജലീലിനെ വിളിച്ചിരുത്തി വിശുദ്ധ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ പറഞ്ഞ് അന്താക്ഷരി കളിക്കാൻ തുടങ്ങി എന്നതാണ് ഈ ചർച്ചയുടെ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയത്.